Welcome all. Myself, Jishayas, M3SCCM, Department of Civil Engineering, SNIT, Adur. Construction methods and equipments. Next topic is mass production and transportation. First, mass production. Mass production is the manufacture of large quantities of standardized products frequently using assembly line or automation technology. Frequently using assembly line automation technology അനുസരിച്ച് നമ്മളൊരു സിമിലർ പ്രോഡക്ട്സിനെ ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനെ നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ refers to the production of large number of similar products efficiently. ലാർജ് നമ്പർ ഓഫ് സിമിലർ പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Mass production is typically characterized by some of the mechanization such as assembly line to achieve high volume, detailed organization of material flows, careful control of quality standards and division of labor. Mass production അത് വരുന്നതായിരിക്കും ഒരു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഹൈ വോളിയത്തിലായിരിക്കും. ഡീറ്റെയിൽഡ് ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് ഫ്ലോ ഉണ്ടായിരിക്കണം. കെയർഫുൾ കൺട്രോൾ ഓഫ് ക്വാളിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് ലേബറും നമ്മൾ അസ്യൂം ചെയ്തിരിക്കണം. Mass production is the creation of large numbers of products and goods using standardized parts and techniques. This technique is applied in a sequential chain of steps frequently using conveyor belts with work arranged along assembly lines. ഇതിനകത്തൊരു സീക്വൻറ്റ്ലി ഒരു സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിരിക്കും മാസ് പ്രൊഡക്ഷൻ ഓരോന്നോരോന്നായിട്ട് അസംബ്ലി ചെയ്തിരിക്കുന്നത്. Introduction of mass production allowed the manufacture of products at a scale vastly greater than the historical process where the individual workers performed the steps needed to build a process items. പണ്ട് മാനുഫാക്ചർ പ്രോഡക്ട്സ് പണ്ട് ചെയ്തിരുന്നത് വർക്കേഴ്സ് വെച്ചിട്ടായിരുന്നു. അത് സീക്വൻഷ്യൽ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴായിരുന്നു നമ്മൾ കൺവെയർ ബെൽറ്റ്സും എല്ലാം ഓട്ടോമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. The manufacture of goods or in large quantities by machinery and the use of techniques such as assembly line and division of labor. ഇപ്പം മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് മെഷീനറി മോഡേൺ ടെക്നോളജീസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. The concept of mass production are applied to various kinds of products from fluids and particulates handled in a bulk to discrete solid parts to assemble of such parts. ഇപ്പം മാസ് പ്രൊഡക്ഷൻ അത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡ്, ഫ്യൂവല്, കെമിക്കല്, മൈൻഡ് മിനറൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ് പ്രൊഡക്ഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ്: ഇറ്റ് ഈസ് യൂഷ്വലി ഓട്ടോമേറ്റഡ് ടു ഹയസ്റ്റ് എക്സ്റ്റെൻറ്റ് പോസിബിൾ. കൂടുതൽ ഓട്ടോമേഷൻ ടെക്നോളജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫീവർ ലേബർ കോസ്റ്റ് ഒക്കെ കുറച്ച് മതിയായിരിക്കും. ഫാസ്റ്റർ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റർ റേറ്റിലായിരിക്കും. ക്യാപിറ്റൽ ആൻഡ് എനർജി ഈസ് ഇൻക്രീസ്ഡ് വയർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഡിക്രീസ്ഡ്. ക്യാപിറ്റലും എനർജി ഇൻക്രീസ് ചെയ്താൽ തന്നെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ ഒരുപാട് കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്: മാസ് പ്രൊഡക്ഷൻ മേ റിസൾട്ട് ഇൻ വേസ്റ്റ് ഓഫ് റിസോഴ്സസ്. മാസ് പ്രൊഡക്ഷൻ ലാർജ് ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സൊക്കെ ഒരുപാട് നമുക്ക് വേസ്റ്റഡ് ആയി പോകും. എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓട്ടോമേറ്റഡ് അസംബ്ലി ലൈൻ ഇൻ എ ടിപ്പിക്കൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇഫ് ദർ ഈസ് എ പ്രൊഡക്ഷൻ ഡിസൈൻ എറർ, എക്സ്റ്റെൻസീവ് കോസ്റ്റ് മേ ബി റിക്വയർഡ് ടു റീഡിസൈൻ ആൻഡ് റീബിൽഡ് മാസ് പ്രൊഡക്ഷൻ. എവിടെയല്ല നമ്മുടെ മാസ് പ്രൊഡക്ഷനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷനകത്ത് ആ എറർ ഉണ്ടായിരിക്കും. അത് നമ്മുടെ കോസ്റ്റ് ഒരുപാട് നമുക്ക് പോകും. പിന്നെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് അഡീഷണലി ഇഫ് വൺ ഏരിയ ഓഫ് മാസ് പ്രൊഡക്ഷൻ ഇസ് ഇൻറ്ററപ്റ്റഡ് ദ എൻ്റയർ പ്രൊഡക്ഷൻ പ്രോസസ് മേ ബി അഫക്റ്റഡ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ ഏരിയയിലുള്ള പ്രൊഡക്ഷൻ അതിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇഫ് വൺ പാർട്ട് ഓഫ് ദി ലൈൻ ബ്രേക്സ് ദ ഹോൾ പ്രൊഡക്ഷൻ പ്രോസസ് വിൽ ഹാവ് ടു സ്റ്റോപ്പ് അണ്ടിൽ ഇറ്റ് ഈസ് റിപ്പയർഡ്. ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും ബ്രേക്കോ ഇതിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് അത് റിപ്പയർ ചെയ്യുന്നത് വരെ ഫുൾ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും. not very flexible as production line is difficult to adapt.
നമ്മുടെ എല്ലായിടത്തും ഈ പ്രൊഡക്ഷൻ ലൈൻ അഡാപ്റ്റ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല. വർക്കേഴ്സ് ആർ നോട്ട് വെരി മോട്ടിവേറ്റഡ് സിൻസ് ദ വർക്ക് ഈസ് വെരി റെപ്പറ്റേറ്റീവ് ചെയ്ത് വർക്കൊക്കെ എപ്പോഴും നടക്കുന്നതുകൊണ്ട് വർക്കേഴ്സ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ആണ് മെഷീനറി ഈസ് വെരി എക്സ്പെൻസീവ് ടു ബൈ, സോ പ്രൊഡക്ഷൻ ലൈൻസ് ആർ വെരി എക്സ്പെൻസീവ് ടു സെറ്റപ്പ്. ആ ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയായിരിക്കും. മെഷീൻസിനൊക്കെ ഭയങ്കര കോസ്റ്റ് കൂടുതലുണ്ട്. ഇനിഷ്യൽ പ്രൊഡക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ആ സെറ്റപ്പ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. Next are the characteristics of mass production. The various characteristics of mass productions are: there is scope for considerable division of labor, machinery is laid as per sequence of production, material handling is reduced to minimum, very little time is spent on the resulting of machines, the flow of work is balanced, work cycles are smart and repetitive nature, time study can be applied to advantages to different operations, work in progress is small compared to the intermittent production, procedures, tools and materials handling need proper attention. These are the characteristics of mass production. Next എന്ന് പറയുന്നത് equipment transportation. Next topic ആണ് equipment transportation. Transportation equipment is used to move materials from one location to another within the facility or at site. നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക്, ചിലപ്പോൾ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരും. ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എയർ, ട്രെയിലർ, റോഡ്, വാട്ടർ, കേബിൾ, പൈപ്പ് ലൈൻ ആൻഡ് സ്പേസ്. ഫസ്റ്റ് വൺ ആണ് ട്രക്ക്. A truck is a motor vehicle for transporting goods. Large quantities of goods നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ആണ് ട്രക്ക്. Unlike automobiles which usually have a unibody construction, most trucks are built around a strong frame called chassis. ഒരു യൂണിബോഡി കൺസ്ട്രക്ഷൻ ആയിരിക്കും ട്രക്സിന് ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള ഓട്ടോമൊബൈൽസിനേക്കാളിലും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ട്രക്സിനുള്ള ഒരു സ്ട്രോങ് ഫ്രെയിം, ഔട്ടർ സ്ട്രോങ് ഫ്രെയിമിനെ നമ്മൾ ചേസിസ് എന്ന് പറയുന്നത്. They come in all sizes from automobile size pickup truck to towering off-road mining trucks or heavy highway semi-trailers. അത് ട്രക്സ് തന്നെ പല സൈസിൽ അവൈലബിൾ ആയിരിക്കും. പിക്കപ്പ് ട്രക്ക് തൊട്ട് ഓഫ് റോഡ് ട്രക്ക് വരെ പല സൈസിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കും. ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് ട്രക്സ്: ലൈറ്റ് ട്രക്സ്, ഹെവി ട്രക്സ്, മീഡിയം ട്രക്സ്, വെരി ഹെവി ട്രക്സ്. നെക്സ്റ്റ് ആണ് ഡംപേഴ്സ്. A dump truck is a truck used for transporting loose materials for construction. ലൂസ് മെറ്റീരിയൽസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡംപേഴ്സ് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കൽ ഡംപേഴ്സ് ട്രക്ക് ഈസ് equipped with hydraulic operated open box bed hinged at the rear. നമ്മുടെ ഡംപ് ട്രക്സിനുള്ളത് ഒരു ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ഓപ്പൺ ബോക്സ് ആയിരിക്കും. അതിനകത്തായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ഡംപ് ട്രക്കേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്ക്. Standard dump truck is full truck chassis with a dump body mounted to the frame. ഒരു dump body ഒരു ഫ്രെയിമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്ക് വരുന്നത്. The dump body is raised by hydraulic ram mounted forward for the front bulk cab between the truck cab and ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്കിനകത്ത് ഈ ഡംപർ ബാക്കിലുള്ള ചേസസ് എന്ന് പറയുന്നത്, ആ ഡംപ് ബോഡി എന്ന് പറയുന്നത് ബാക്കിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. Dump truck mounted forward for the front bulkhead. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈഡ് ഡംപ് ട്രക്ക്. A side dump truck consists of 3-axle tractor pulling a 2-axle semi-trailer. സൈഡ് ഡംപ് ട്രക്കിന് വരുന്നത് ഒരു 3-axle ട്രാക്ടർ കാണും. അത് പുള്ളി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു 2-axle semi-trailer ആയിരിക്കും. It has a hydraulic rams which tilt the dump body onto its side, spilling the material to either the left or right side of the trailer. ഇതിനകത്ത് മറ്റേ സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്കിനകത്ത് ബാക്കിലോട്ടായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഇത് സൈഡിലോട്ടായിരിക്കും, റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. The key advantages of the side dump truck is allow rapid uploading and carry more weight. സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്കിനേക്കാളും ഇത് പെട്ടെന്ന് തന്നെ റാപ്പിഡ് അപ്ലോഡിങ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് അൺലോഡ് ചെയ്യാനും പറ്റുമായിരിക്കും, മോർ വെയ്റ്റിന് അത് ക്യാരി ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ആണ് ഓഫ് റോഡ് ഡംപ് ട്രക്ക്.
Off-road dump trucks more closely resembles heavy construction equipments or engineering vehicles. Heavy construction സൈറ്റിലായിരിക്കും കൂടുതൽ ഓഫ് റോഡ് ഡംപ് ട്രക്സ് യൂസ് ചെയ്യുന്നത്. They are used strictly off-road for mining and heavy dirt hauling jobs. Mainly യൂസ് ചെയ്യുന്നത് മൈനിങ്ങിനും ഹെവി ഡർട്ട് ഹോളിംഗ് ജോബ്സിനായിരിക്കും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. The term dump truck is not generally used by the mining industry. Dump truck mainly mining industry മാത്രമല്ല പല ഇൻഡസ്ട്രീസിലും ഹെവി ഡർട്ട് ഹോളിംഗ് ജോബ്സിനൊക്കെ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. Next, an articulated dump truck. An articulated dump truck has a hinge between the cab and the dump box, but it distinct from semi-trailer trucks in the cab is a permanent fixture, not a severable vehicle. ആർട്ടിക്കുലേറ്റഡ് ഡംപ് ട്രക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ഈ നമ്മുടെ ഈ ക്യാബുമായിട്ട് ഒരു ഡംപ് ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അത് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. The vehicle is high adaptable to rough terrain. കൂടുതൽ ഇത് റഫ് ടെറൈനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. Next ആണ് transfer dump truck. Transfer dump truck is standard dumper truck which pulls a separate trailer which can be loaded with aggregator. ട്രാൻസ്ഫർ ഡംപ് ട്രക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡംപ് ട്രക്കിൻ്റെ കൂടെ തന്നെ വേറെ ട്രെയിലറൊക്കെ അറ്റാച്ച് ചെയ്ത് ലാർജ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മെയിൻലി അഗ്രിഗേറ്റ്സ് സച്ചസ് ഗ്രാവൽ, സാൻഡ്, അസ്ഫാൾട്ട് അതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ട്രാൻസ്ഫർ ഡംപ് ട്രക്ക് യൂസ് ചെയ്യുന്നത്. Next ആണ് the major subcategories of transport equipments. First one, conveyors. Conveyors are used to move materials over fixed path. Fixed pathil move ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് conveyors യൂസ് ചെയ്യുന്നത്. The major type of conveyors are chute conveyors, wheel conveyors, roller conveyors, gravity roller conveyors, live roller conveyors and chain conveyors. And application എന്ന് പറയുന്നത് where material is to be moved frequently between specific points to move materials over a fixed path, then there is a sufficient flow volume to justify the fixed conveyors to investment. മെറ്റീരിയൽ ഒരു ഫിക്സ്ഡ് പാത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൺവേയേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്രെയിൻ. Cranes are used to move materials over variable path within a restricted area. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും മെയിൻലി ക്രെയിൻസ് യൂസ് ചെയ്യുന്നത്. മേജർ ടൈപ്സ് ഓഫ് ക്രെയിൻസ് ആണ് ജിഗ് ക്രെയിൻ, ബ്രിഡ്ജ് ക്രെയിൻ, ഗാൻട്രി ക്രെയിൻ, സ്റ്റാക്കർ ക്രെയിൻ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് യൂസ് ടു മൂവ് ലോഡ്സ് ഓവർ വേരിയബിൾ പാത്ത് വിത്തിൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ. Used when insufficient flow volume such that the use of the conveyors cannot be justified. കൂടുതലും പാത്ത് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്ന ഏരിയസിലായിരിക്കും കൂടുതൽ നമ്മൾ ക്രെയിൻസ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നെങ്കിലും കൂടി നമ്മൾ ക്രെയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Provide more flexible in movement than conveyors, provide less flexible in movement than industrial trucks. Next one are industrial trucks. Industrial trucks are used to move materials over variable path with no restriction on the area covered by the movement. The major type of industrial trucks അത് നമ്മുടെ പാത്തിന് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഏരിയസിലായിരിക്കും ഇൻഡസ്ട്രിയൽ ട്രക്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. മേജർ ടൈപ്സ് എന്ന് പറയുന്നത് ഹാൻഡ് ട്രക്ക്, പാലറ്റ് ട്രക്ക്, വോക്കി സ്റ്റാക്കർ ആൻഡ് പാലറ്റ് ട്രക്ക്. ഹാൻഡ് ട്രക്കിനകത്ത് വരുന്ന 3 ടൈപ്പാണ് ടു വീൽഡ് ഹാൻഡ് ട്രക്ക്, ഡോളി, ഫ്ലോർ ഹാൻഡ് ട്രക്ക്. പാലറ്റ് ജാക്കിനകത്ത് വരുന്നത് മാനുവൽ പാലറ്റ് ജാക്ക് ആൻഡ് പവേർഡ് പാലറ്റ് ജാക്ക്. വോക്കി സ്റ്റാക്കർ, മാനുവൽ വോക്കി സ്റ്റാക്കർ, പവേർഡ് വോക്കി സ്റ്റാക്കർ. നെക്സ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് used to move materials over variable path with no restrictions on the area covered. കൂടുതൽ യൂസ് ചെയ്യുന്നത് വേരിയബിൾ പാത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലിൽ വേരിയബിൾ പാത്തിൽ അതിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ലാർജ് ഏരിയയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഇഫ് ദ ട്രക്ക് ഹാസ് ലിഫ്റ്റിംഗ് കേപ്പബിലിറ്റീസ്. ട്രക്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ആ ടൈമിലായിരിക്കും നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രിയൽ ട്രക്സ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് വെൻ ദർ ഇസ് എ ഇൻസഫിഷ്യൻറ്റ് ഫ്ലോ വോളിയം സച്ച് ദാറ്റ് ദ യൂസ് ഓഫ് കൺവേയേഴ്സ് cannot be justified. യൂസ്ഡ് വെൻ ദർ ഇസ് ഇൻസഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ വോളിയം ലാർജ് വോളിയത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ട്രക്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ടൈമിലായിരിക്കും നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രക്സിനെ യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ട്രക്സ് യൂസ് ചെയ്താൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിന് വേരിയബിൾ പാത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. Thank you.